എല്ലാവർക്കും അവരവരുടെ റിലീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇവിടെ എന്താ അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലേക്കൊക്കെ ചെല്ലുമ്പോഴേ അതിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്താൽ മതി എന്ന് അവിടുത്തെ പള്ളികൾ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ കുറച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എവിടെ ആരാധനാലയങ്ങൾ കണ്ടാലും, അത് പള്ളികൾ ആണല്ലോ അവിടെ അധികം ഉണ്ടാവുക, അവിടെ അമ്പലങ്ങളൊന്നും ഉണ്ടാവില്ല. ഡെൻമാർക്കിൽ പോയ കഥയാണ്. അവിടെ ഞാൻ വളരെ വളരെ പുരാതനമാണെന്ന് നമുക്ക് കണ്ടറിയാം, ആ കെട്ടിടം കണ്ടറിയാം. അവിടെ കയറി പഴയ പഴയ ചിത്രങ്ങളും എല്ലാം ഏതൊക്കെയോ കാലത്തെ മഹാന്മാർ വരച്ച പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട് അവിടെ. പക്ഷേ ആരുമില്ല പ്രാർത്ഥിക്കാൻ, ആൾത്താരയിൽ ആരുമില്ല, ഒന്നുമില്ല അവിടെ. ഇതേപോലെ തന്നെ ഞങ്ങൾ ഓക്സ്ഫോർഡിൽ പോയി. ഇപ്പോൾ അവിടെ അതെ, പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ആരുമില്ല, കാഴ്ചക്കാരായിട്ട് അതൊരു ഒരു ഒരു മ്യൂസിയം പോലെ തുറന്നിട്ടിരിക്കുകയാണ്. 2-3 പള്ളികൾ ഞങ്ങളങ്ങനെ ഇവിടെ ലണ്ടൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ, ഇംഗ്ലണ്ടിൽ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിരുന്നല്ലോ, അവിടെ കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയതാണേ, അപ്പോൾ ഇവിടെ ആളുകൾ റിലീജിയസ് അല്ലേ എന്നാണ്. അപ്പോൾ ഇവിടെ വെറുതെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ ഈ ആപ്ലിക്കേഷൻ ഫോംസിലും അതിലും ഒന്നും റിലീജിയൻ എന്നോ അങ്ങനെ ഉള്ള ഒരു കോളമില്ല, നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അവിടെ ചിലർത്തൊക്കെ ഉണ്ട്, അപ്പോൾ അവർ നോ റിലീജിയൻ ഇട്ട് വെക്കും, അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ആണെങ്കിലോ പേര്, അച്ഛൻ്റെ പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിലീജിയനാണ് ചോദിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ കാസ്റ്റ്. എന്തിനാണാവോ ഇതൊക്കെ ചോദിക്കുന്നത്? കാസ്റ്റിൻ്റെ സെൻസർഷിപ്പ് നടക്കുന്നുണ്ടല്ലോ ഇപ്പം. അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ ബോധമണ്ഡലത്തിൽ വന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാവേ. ഏത് റിലീജിയൻ ആയിക്കോട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നത്, അത് ഇപ്പം ഏറ്റവും വലിയ ക്രിസ്തീയ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നും അവർ ഈ പള്ളികളിൽ പോകുന്നില്ല, ആരാധനാലയങ്ങൾ വെറുതെ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് കാണുന്നു. പക്ഷേ നമ്മൾ, അതായത് ഇന്ത്യക്കാർ, ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിംസ് ആവട്ടെ, ക്രിസ്ത്യൻസ് ആകട്ടെ, ഹിന്ദുസ് ആവട്ടെ, ഓരോ ആരാധനാലയങ്ങളിലും പോകുന്നുണ്ട് അല്ലേ? പക്ഷേ ആരാധനാലയങ്ങളിൽ പോയില്ല എങ്കിലും ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ. നമ്മൾ എന്തിനാണ് കൂടുതലും ഈ റിലീജിയൻ എന്നും പറഞ്ഞു കിടന്ന് ബന്ധപ്പെടുന്നത്? നമുക്ക് വീട്ടിലും ആവാം അല്ലേ? എല്ലാം കൊണ്ടുവന്ന് അമ്പലങ്ങളിൽ ഏൽപ്പിക്കണം, പള്ളികളിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ദർഗകളിൽ ഏൽപ്പിക്കണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിലിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്നല്ലേ ഓരോ സ്ഥലത്തെ ഋഷിമാരും പ്രവാചകനും പിന്നെ വലിയ വലിയ മതപണ്ഡിതന്മാരും ഒക്കെ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഈ റിലീജിയനേക്കാളും ഉപരിയായിട്ട്, അതായത് ഈ മതത്തിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം സ്പിരിച്വലാക്കി കൊണ്ടുപോകാം. അതാണ് ഞാൻ പറയുന്നത്. മതം എന്തിനാണ് പണ്ട് പഠിപ്പിച്ചിരുന്നതെന്ന് വെച്ചാൽ കുറച്ച് സ്പിരിച്വാലിറ്റി ആളുകളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. പലതരത്തിലുള്ള മതങ്ങളുണ്ടല്ലോ, അത് കഴിഞ്ഞ് ബുദ്ധിസം വന്നു അല്ലേ? അപ്പം അത് ബുദ്ധിസത്തിന് എന്താണ് കൂടുതലും വേരോടിയെന്ന് ഞാനതൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അഹിംസാവാദമുണ്ട്, പിന്നെ ഈ പറഞ്ഞ അന്നത്തെ രാജാക്കന്മാരെല്ലാവരും ബുദ്ധനെ കുറച്ചും കൂടി ഇതാക്കാൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കും പെട്ടെന്ന് ബുദ്ധമതം ഇങ്ങനെ വേരോടിയിരുന്നു ആ സമയത്ത്. അതല്ല കേട്ടോ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഈ സ്പിരിച്വാലിറ്റി എനിക്ക് കൊണ്ടുവന്ന ഒരു ചേഞ്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറേ നാളുകൾ ചെറിയ ഒരു ഏരിയയിലാണ് ഞങ്ങൾ, ജസ്റ്റ് കുഞ്ഞൊരു ഭഗവാന്റെ ഒരു അധികവും ഗുരുവായൂരപ്പൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, പിന്നെ സത്യസായി ബാബയുടെ ഉണ്ടായിരുന്നു, എല്ലാം ചെറുത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ വിളക്ക് വയ്ക്കാവുന്ന ഒരു സ്ഥലവും. പക്ഷേ വിളക്ക് അവിടെ കത്തിക്കാൻ പറ്റില്ല, കാരണം വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അതൊരു അലമാരിയായിരുന്നേ. അതിൻ്റെ തട്ടിൻ്റെ മുകളിലൊക്കെ, അതായത് ഇവിടെ ഒരു തട്ട്, ഇവിടെ അങ്ങനെ വിളക്ക് കത്തിച്ചാൽ ഈ തട്ടിൽ കരി പിടിക്കില്ലേ. അപ്പോൾ നമ്മളങ്ങനെ കത്തിക്കാറില്ല, വെറുതെ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ടാണ് പോവാം. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ മോളുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു പൂജാമുറിയുണ്ട്. അപ്പോഴും ഞാൻ അവിടെ തറയിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്, വിളക്ക് കത്തിച്ച് വെച്ചില്ല. കാരണം എന്താ, എനിക്ക് പേടി, ഈ കൊച്ചിങ്ങനെ ഗുടുഗുടുന്ന് ഓടി അതിലൊക്കെ ചെന്ന് പിടിച്ചാലോ എന്നുള്ള ഭയം കൊണ്ട് അത് തൊടാൻ പോയില്ല. അത് വെക്കുന്ന ആ ഒരു ശീലം വരുത്തിയില്ല. അങ്ങനെ ഇരിക്കെ
ജീവിതം ഇങ്ങനെ മണ്ടേനായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ കോടതിയിൽ നിന്ന് വരുന്ന വഴിക്ക് കാറിൽ പോകാൻ പെട്രോൾ ഇല്ലാതിരുന്ന ഒരു ദിവസം, അടിക്കാൻ പണമില്ലാതിരുന്ന ഒരു ദിവസം, അത് പറയണമല്ലോ. ഞാൻ ഇതെല്ലാം വാരി കെട്ടി, നല്ല ഭാരമാണ്. നമ്മൾ സീനിയറിൻ്റെ കേസ് എല്ലാം കെട്ടി കൊണ്ടുപോവാണ് കേട്ടോ. കോടതിയിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഞാൻ ഓഫീസ് വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ദിവസം ഒരു ചേച്ചി എൻ്റെ അടുത്തിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ കുറച്ച് മലയാളിയാണെന്ന് തോന്നിക്കാണും, പക്ഷേ വക്കീലിൻ്റെ വേഷമാണ് ഞാൻ എപ്പോഴും ഇടുള്ളേ. അതായത് ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനത്തെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇത് ബ്ലൗസാണ്. അപ്പോൾ കാണുമ്പോഴേ അറിയാം, വൈറ്റ് സാരിയും. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, വക്കീല அப்படின்னு. അപ്പം തമിഴിലാട്ടോ ചോദിക്കണേ. അപ്പം ഞാൻ ആമാ എங்கே വീട്. അപ്പം ഞാൻ പെട്ടെന്ന് കേരള എന്ന് പറഞ്ഞുപോയി. ഞാൻ ഇവിടെ വീടാണെന്ന് ചോദിച്ചവർ, ഓ മലയാളിയാണോ എന്ന് ചോദിച്ചാൽ അവർ സംസാരിക്കാൻ തുടങ്ങി. വളരെ സാധാരണ ഒരു സ്ത്രീ, കുറേ വിഭൂതിയും കുറേ ചന്ദനവും ഒക്കെ തൊട്ടിട്ടുണ്ട്. കുറച്ച് പൊക്കം കുറഞ്ഞിട്ടൊരു സ്ത്രീയാണ് കേട്ടോ. അപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായി നമ്മൾ ഇറങ്ങുന്നത് രണ്ടും ഒരേ സ്റ്റോപ്പിലാണ്. രണ്ടുപേരുടെയും വീട് അങ്ങനെ ഒരു പാതയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞങ്ങ് പോകണം. അപ്പോൾ ആ ഒരു ജംഗ്ഷൻ്റെ പോലെ അവിടെ എത്തിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവരുടെ രീതികൾ മനസ്സിലായി. അവരുടെ ഹസ്ബൻഡ് ഒരു ടൈലറാണ്, അവരുടെ മക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്. ഒരാൾ ഡോക്ടർ ആയി, ഒരാൾ ഡോക്ടറിന് പഠിക്കണം, ഒരാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കണം, ആൺകുട്ടി. അങ്ങനെ 3 മക്കളാണ്. അപ്പോൾ പറഞ്ഞു, ഇവിടെ വന്നത് കാരണം ഈ ഇതിൽ കിട്ടിയതാണ് അവർക്ക്, കോട്ടയിൽ കിട്ടി, പക്ഷേ എൻട്രൻസ് എഴുതി. അതൊക്കെ അവരെന്നെ പറഞ്ഞു കേൾപ്പിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് 1.5-2 വയസ്സായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി വീട്ടിൽ വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ വരാൻ മോളെ, എന്നാൽ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ട് പോകണം അവരെ. അപ്പോൾ അവർ വീട്ടിൽ കയറി വന്നപ്പോൾ തന്നെ, അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ടൈലറാണ്, പുള്ളി പണിക്ക് പോകും, ഞാൻ രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ച് ഇവരൊക്കെ കോളേജിലൊക്കെ പോയി കഴിയുമ്പോൾ എല്ലാവരും 8 മണിക്ക് വീടിന് പുറത്ത് കിടക്കുമ്പോൾ ഞാനും പുറത്ത് കിടക്കും. എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് അമ്പലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അവർ കുറേ അമ്പലങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ പോയിട്ട് ഇപ്പോഴാണ് ഞാൻ തിരിച്ചിനി വീട്ടിൽ ചെല്ലാം. കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം ഇവരൊക്കെ ഒരാൾ ദൂരെ എവിടെയോ ജോലി ചെയ്യണം, ഈ ഡോക്ടർ പറഞ്ഞത്. ഇളയാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്, പക്ഷെ വൈകുന്നേരം എങ്ങോട്ടോ ദൂരെ കോളേജിലാണ്, 7 മണിയാകും വീട്ടിൽ വരാൻ. അപ്പോൾ ഇവർക്ക് അറിയാം. മറ്റേ കുട്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെന്ന് പറഞ്ഞു, മെഡിസിൻ പഠിക്കുന്നത്. അപ്പോൾ പയ്യൻ മാത്രം വരുന്ന സമയമാകുമ്പോഴേക്കും വരാം. വീട്ടിലിരുന്ന അവരത്ര വലിയ ഒരു സ്ഥലത്തല്ല താമസിക്കുന്നത്. നമ്മുടെ നാടോടിക്കാറ്റിൽ മോഹൻലാലും ശോഭനയും താമസിക്കുന്ന ഒരു കോളനി ഓർമ്മയുണ്ടോ? അത്തരത്തിലുള്ളൊരു കോളനി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്, ചെറിയ ചെറിയ വീടുകൾ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പം വീടൊക്കെ വാങ്ങിക്കണം. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു വന്നത്. പക്ഷേ ഈ പിള്ളേർക്ക് കുറച്ച് പഠിത്തത്തിൻ്റെ ഇതൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്ന വെച്ച് ഞങ്ങളിങ്ങനെ കഴിയാമെന്നൊക്കെ അത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ടോ അവർ ജോലിക്കൊന്നും പോകുന്നില്ല, അവർ കുറച്ച് നല്ല വീട്ടിലെയാണ്, നാട്ടിലെന്നൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോൾ ഞാൻ ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് അവർ വരികയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ. അപ്പോൾ ഒരു കാപ്പി കുടിച്ചിട്ട് പോകാൻ ചേച്ചി. രാവിലെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് അവർ പോകും. കയ്യിലൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്, കുറേ പുസ്തകങ്ങളും ഉണ്ട് കയ്യിൽ. ഈ സഹസ്രനാമങ്ങളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ കേട്ടോ. അതെല്ലാം ഇങ്ങനെ കാണിക്കേണ്ട. ഞാൻ ഓരോ അമ്പലത്തിൽ പോകുമ്പോഴും ഓരോന്ന് വെച്ചിട്ടുണ്ട്. മുരുകൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ വായിക്കാനുള്ളത്, അങ്ങനെ സ്കന്ദ-ഷഷ്ടി, കവചം, ഇതൊക്കെ. അപ്പം ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ അവരെ. അപ്പോൾ അവരുടെ ലൈഫ് ഇങ്ങനെ പോകുന്നതും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അവർ സ്പിരിച്വാലിറ്റിയിൽ അഭയം പ്രാപിച്ച് അവർ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നി, എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഞാൻ ബുക്സൊക്കെ വായിക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ കൂടെ ആയിരുന്നു എൻ്റെ ജീവിതം അന്ന് കേട്ടോ. അപ്പം മോളെ നോക്കണം, വീട്ടിൽ ജോലി ചെയ്യണം. അന്ന് പണിക്കാരത്തിയൊന്നും അധികം അങ്ങനെയില്ല. മോളെ നോക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്ന് വീട്ടിലിരുത്താൻ വേണ്ടി മാത്രമാണ് അന്ന് അമുത വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ബ്രെഡോ മുട്ടയോ ഒക്കെ ആക്കി കൊടുക്കും എന്നല്ലാതെ എനിക്ക് വേണ്ടി കുക്കിങ്ങൊന്നും അന്ന് തുടങ്ങിയിട്ടില്ല. അന്ന് അത്രയും ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തികം ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ അത് പോട്ടെ. അപ്പോൾ ഇവർ കയറി വന്നിട്ട് നോക്കിയത് ഈ പൂജാ മുറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ വച്ചിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട്, മോള് വിളക്ക് കത്തിക്കാറില്ല എല്ലാ ദിവസവും? ഞാൻ പറഞ്ഞു, ഇങ്ങനെ മോളുള്ളതുകൊണ്ട് ഞാനങ്ങനെ കത്തിക്കാറില്ല. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ രാവിലെ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇരിക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളൂ. എന്നാലും അത്ര കൺസിസ്റ്റൻ്റ് അല്ല എന്ന് ഞാനങ്ങ് പറഞ്ഞു. എപ്പോഴെങ്കിലുമൊക്കെ അമ്പലത്തിൽ പോകും, അവിടെയുള്ള ശനിയാഴ്ച. അവർ പറഞ്ഞു, ഒന്ന് മാറണം കേട്ടോ. ഇത് വന്നിട്ട് നന്നായിട്ട് വരും ജീവിതം. ഈ മോള് പഠിക്കണ്ടേ ഇതൊക്കെ നമ്മളെ കണ്ടെന്ന് പറഞ്ഞ് എന്നെയൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഒരാൾ വന്ന പോലെ ആയിരുന്നു. പിന്നീട് ഞാൻ അവരെ കണ്ടിട്ടേയില്ല. അവരുടെ ഒന്നും വാങ്ങിച്ചില്ല അങ്ങോട്ട്. അവരുടെ കയ്യിൽ ഫോണൊന്നും ഇല്ല ആ സമയത്ത്. എനിക്ക് ലാൻഡ് ഫോൺ ഉണ്ട്. ഞാൻ ചേച്ചിക്ക് നമ്പർ തരാമെന്ന് പറഞ്ഞ് എഴുതിയൊക്കെ കൊടുത്തു. എനിക്കന്ന് കാർഡൊക്കെ ഉണ്ട്.
വക്കീൽ കാർഡൊക്കെ കൊടുത്തു ഞാൻ. പക്ഷേ പിന്നീട് അവർ വിളിച്ചില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്കിത് പറഞ്ഞു തരാൻ, നേർവഴി പറഞ്ഞു തരാൻ പ്രകൃതി പറഞ്ഞയച്ചതാണ്, യൂണിവേഴ്സ് പറഞ്ഞയച്ചതാണെന്ന്. അന്ന് മുതൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ജീവിതം വളരെ വേഗത്തിലാണ് പുരോഗതിയിലേക്ക് വന്നത് കേട്ടോ. ഞാനിങ്ങനെ ദിവസവും അവിടെ പോകും, വക്കീൽ ഓഫീസിൽ പോകും, അത് ചെയ്യും ഇത് ചെയ്യും, ഒരു യാന്ത്രികമായിട്ടായിരുന്നു. അടുത്ത സ്റ്റേജ് എന്ത് അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഞാൻ പോവാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി തമിഴ് പഠിക്കാനൊക്കെ ട്യൂഷനൊക്കെ ചേർന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഒരു ജോലിക്ക് തമിഴ് വേണം ഇവിടെ എന്നൊക്കെ മനസ്സിലായിട്ട് ആ ഒരു ലാംഗ്വേജ് ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ തത്തുല്യ പരീക്ഷ എഴുതിയാൽ തമിഴ് എഴുതിയാൽ എനിക്ക് ജഡ്ജിൻ്റെ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ മജിസ്ട്രേറ്റിൻ്റെയും സിവിൽ ജഡ്ജിൻ്റെയൊക്കെ. അത്ര കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ സമയത്താണ്, അപ്പോഴും എനിക്ക് പല രീതിയിലും എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ, ഇത് ഇവിടെ തന്നെയുള്ള ആൾക്കാർക്ക് ഇത് എഴുതിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പഠിച്ചിട്ട് തന്നെ കാര്യം എന്ന് കരുതി ഞാൻ മുമ്പോട്ട് പോണ സമയത്താണ് എനിക്ക് നല്ല ഒരു ഫേമിൽ ജോലി കിട്ടുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഞാനൊരു സ്ഥലത്തിരുന്ന്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേസ് നടത്തുന്ന കണ്ടിട്ട് അതിൻ്റെ ഓണർ തന്നെ എന്നെ അപ്രോച്ച് ചെയ്ത് എനിക്ക് അങ്ങനെ ജോലി കിട്ടുന്നത്. പിന്നീട് അങ്ങോട്ട് നല്ല ഉയർച്ചയായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് ഈ സ്പിരിച്വാലിറ്റി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു തരുണത്തിൽ എനിക്ക് ആ ഫേമിൽ നിന്ന് എല്ലാവരെയും പുറം രാജ്യങ്ങളിലേക്ക് കോൺഫറൻസസിന് സെലക്ട് ചെയ്യും. എന്നെ മാത്രം അതൊരു 2 വർഷം കഴിയുമ്പോൾ എനിക്ക് സെലക്ട് ചെയ്യും. 3 വർഷമായി, 4ാമത്തെ വർഷമായിട്ടും എന്നെ സെലക്ട് ചെയ്തിട്ടില്ല. എനിക്കങ്ങ് ഭയങ്കര ഒരു ഇത് തോന്നാൻ തുടങ്ങി, ഇപ്രാവശ്യം ഉണ്ടാവും എന്നിങ്ങനെ വിചാരിച്ചിട്ടും അതിനൊരു കട്ട് ഓഫ് ടൈമുണ്ട്. ഫെബ്രുവരിക്കുള്ളിൽ അവർ സെലക്ട് ചെയ്യും. ഫെബ്രുവരി കഴിഞ്ഞു, വന്നിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല എന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എൻ്റെ ജോലി വളരെ ആത്മാർത്ഥതയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചെയ്തു കൊടുത്ത ഒരു ജോലിക്ക് മെയിൽ വരുന്നത്. വളരെ എഫിഷ്യൻ്റ് ആണെന്നുള്ള രീതിയിലൊരു മെയിൽ വന്നു. ആ മെയിൽ വന്നപ്പോൾ, അതായത് മെയ് 2-ാം തീയതിയാണ് എനിക്ക് ആ മെയിൽ വരുന്നത്. ഞാൻ 3-ാം തീയതി ഞാൻ ഓഫീസിൽ പോകാൻ എഴുന്നേറ്റപ്പോഴേ എനിക്ക് തോന്നി, ഇന്ന് എന്നെ അവർ സെലക്ട് ചെയ്യും അമേരിക്കയിൽ പോകാനായിട്ട്. നോക്കിക്കോ ദൈവമേ, ഇന്നായിരിക്കും എൻ്റെ ആ ദിവസം. ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതാണ് വന്നത്. ഞാൻ ഇറങ്ങുമ്പോൾ ഒരു ചേച്ചി ഓപ്പോസിറ്റ് തന്നെ ഒരു വീട്ടിൽ ഒരു ചേച്ചിയുണ്ട്, എന്നെ നോക്കി ഹലോ പറയും. അങ്ങനെ മോളൊക്കെ അപ്പോൾ കുറച്ച് വലുതായിട്ടോ. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് നോക്കി, അപ്പം ഞങ്ങൾ ഇൻഡിപെൻഡൻറ്റ് വീട്ടിലാണ് ആ സമയത്ത്. അപ്പോൾ റെൻറ്റിന് തന്നെ പുതിയ വീടൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഇറങ്ങുമ്പോൾ ആ ചേച്ചി എന്നെ കണ്ടിട്ട് പറഞ്ഞേ, ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ് കുട്ടി ചെയ്യണത് ഓരോന്നെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചേച്ചിയെ പറയണേ? എല്ലാ ദിവസവും 8 മണിക്ക് മുമ്പ് ഞാൻ വണ്ടി എടുത്ത് പോയാൽ എനിക്ക് 9 മണിക്ക് ഹാജരാകാൻ പറ്റുള്ളൂ ഓഫീസിൽ. അപ്പോൾ എന്നും അവിടെ ഇരുന്ന് ആ ജപിക്കുന്ന ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റുക. നേരെയാണ് പൂജാ റൂമേ, അതായത് നിങ്ങളുടെ വീടിൻ്റെ വാതിലിന് നേരെ ഒരു പൂജാ റൂം വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ, വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണ് അവരുടെ വീട്ടിൽ, അതായത് റെൻറ്റിൻ്റെ വീടാണ്, എന്നാലും ആ വീട്ടിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്നും വിളക്കെത്തിക്കും അവിടെ ഇരുന്ന് ഒരു 21 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോഴേക്കും എനിക്ക് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പണിയില്ല കേട്ടോ, എല്ലാം മുതയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫുഡെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും, എല്ലാം കൃത്യമായിരിക്കും അവിടെ. എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ, ഫുഡ് ടേസ്റ്റാണോ ഇല്ല എന്നുള്ള എല്ലാവർക്കും ഫുഡുണ്ടാകും. അപ്പം ഞാനങ്ങനെ, ഈ ചേച്ചി എന്നോട് പറഞ്ഞു, മോള് വിചാരിക്കുന്ന എല്ലാം നടക്കും കേട്ടോ, ഇങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ചേച്ചിയുടെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, റൂബി എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് എന്താ അങ്ങനെ തോന്നി? എനിക്കങ്ങനെ തോന്നി, ഈ കാണിക്കുന്ന ഞാൻ കാണുന്നില്ലേ, ഇപ്പോൾ 2-3 മാസമായി അവരവിടെ വന്ന് താമസിക്കുന്നത്, ഞങ്ങൾ നേരത്തെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മരുമകളോട് പറയാറുണ്ട്, ഇവരെ നോക്കൂ, അവർ ചിരുന്ന് പഠിക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായത്, ഈ മരുമകൾ എന്നെ കണ്ട മിണ്ടില്ല, തിരിച്ചു നോക്കൂ. എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇത് ഒരു കാര്യം, നമ്മളെ കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആരോട് എങ്ങനെ പറയുന്നുവോ ചിലപ്പോൾ അവരെ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു, ഈ കുട്ടി എന്താ ഇങ്ങനെ മൊറോസായിട്ട് നോക്കണം, ഞാനിന്ന് സ്മൈൽ ചെയ്യാൻ ശ്രമിച്ചാലും ചെയ്യില്ല. കാരണം ഞാൻ പോയി കഴിയുമ്പോൾ മുഴുവനും അമ്മായിയമ്മ മരുമകളോട് ഇതാണ് പറച്ചിൽ, അവരെ കണ്ടുപിടിക്കുന്നത്. അന്നത്തെ ദിവസമാണ് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട് എന്നോട് പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയിട്ട്, അപ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ തോന്നി ഞാൻ പോകുന്ന ദിവസമാണ് കേട്ടോ എല്ലാം കൊണ്ട്. അവിടെ ചെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാലും ഈ സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്നുള്ളത് നിങ്ങളും കൂടെ ഒന്ന് കേൾക്കണ്ടേ.
ഫോൺ ഇങ്ങനെ എടുത്തിട്ട്, ഹായ് ആഗ, വുഡ് യു ലൈക്ക് ടു കം ടു അമേരിക്ക വിത്ത് അസ്, ഇതാണ് ചോദിക്കുന്നത് മദാമ്മ. അപ്പം ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് മിസ്സസ് ഡീപ്പനിങ്, ഇറ്റ്സ് മൈ പ്ലഷർ. ഓക്കെ ദെൻ യു സ്റ്റാർട്ട് ഡൂയിങ് ദ തിങ്സ്. ഇങ്ങനെ അവർ പറഞ്ഞു തന്നു എന്തൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിനൊക്കെ പോകുന്നു, വിസ കിട്ടുന്നു, അമേരിക്ക പോയിട്ട് വരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. അമേരിക്കയിൽ പോയി ഞാൻ ഇതൊക്കെ ചെയ്യും, അങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ. എൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുക, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്വപ്നം എന്നുള്ളതിലും നല്ലത് നമ്മളൊരു മെയിനായിട്ടുള്ളൊരു ഗോള് വെച്ചിട്ട് അതിലേക്ക് നടക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ പറഞ്ഞെന്ന് മാത്രം, ഇതൊരു പ്രചോദനമായിട്ട് എടുക്കണം കേട്ടോ എല്ലാവരും. പിന്നെ ഒരു കാര്യം, എല്ലാവർക്കും അത് തന്നെ ആയിരിക്കില്ല ഗോള്. ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, നിങ്ങളുടെ ഗോള് വേറെ എന്തെങ്കിലും ആയിരിക്കും. ആ ഗോളും എൻ്റെ ഗോളും തമ്മിൽ ഇങ്ങനെ ക്ലാഷ് ആവാൻ പാടില്ല. അതായത് ഞാൻ വിചാരിക്കുന്ന പോലെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നല്ല. നിങ്ങളുടെ ഗോള് കണ്ടെത്തി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് യു ഫോളോ യുവർ സ്പിരിച്വാലിറ്റി. അത് ഏതെങ്കിലും ഒരു മതത്തിൽ അധിഷ്ഠിതമാകണം എന്നില്ല. പക്ഷെ അതാണ് നമുക്ക് എളുപ്പം. അതുകൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് അത്ര ഒരുപാട് ബുദ്ധിപരമായിട്ട് വികസിച്ച ആളുകളൊന്നും അല്ലല്ലോ, സാധാരണ ആൾക്കാരല്ലേ. അപ്പോൾ നമ്മുടെ എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരണവന്മാരായിട്ട് നമ്മളെ പഠിപ്പിച്ച മതമാണ് നമ്മൾ ചെയ്യുക. അത് തന്നെ ചെയ്തോളൂ, ചെയ്യുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ബലത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കറിയാം മുമ്പേ നടന്നു പോയവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നല്ലതൊക്കെ എടുത്തിട്ട് നിങ്ങൾ യു ക്രിയേറ്റ് യുവർ മൂഡ് ബോർഡ്, അല്ലേ? അതല്ലേ അതിൻ്റെ ശരി. അങ്ങനെ ആകുമ്പം അങ്ങനെ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് തന്നെ മനസ്സിലാകും ആ മാറ്റം. എനിക്ക് 28 വർഷം മുമ്പ്, 26 വർഷം മുമ്പ് ആ ചേച്ചി എൻ്റെ വീട്ടിൽ വന്നത് ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഒരു ക്ലാവ് പിടിച്ച് വെച്ചിരുന്ന ആ ഒരു വിളക്ക് കണ്ടപ്പോൾ അവർ പറഞ്ഞു, മോളെ ഇങ്ങനെ ആയിരിക്കരുത്, ആ വിളക്ക് എന്നും വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കണം, കത്തിച്ചില്ലെങ്കിൽ പോലും വിളക്ക് നല്ല വൃത്തിയായിട്ട് വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും അതേ കേട്ടോ, എനിക്കൊരു ചെറിയ പൂജാ സ്പേസ് ഉണ്ട്, പക്ഷേ ഇവിടെ നമുക്ക് ഒരു രക്ഷയില്ല, അത് കത്തിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, കത്തിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്. അത് സാരമില്ല, ഇല്ലാത്തവരും വിളക്ക് കത്തിക്കുന്നത് ഒരു ഐശ്വര്യമാണെങ്കിലും നമുക്കിരുന്ന് പ്രാർത്ഥിക്കാമല്ലോ. മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഇതെല്ലാം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചേക്കാം, ഞാൻ വിചാരിച്ച സ്ഥലത്ത് ഞാൻ എത്തിയില്ലല്ലോ എന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ, നിങ്ങൾ എത്തേണ്ടത് ഈ സ്ഥലത്തായിരുന്നു എന്ന് ദൈവത്തിനറിയാം. ഇപ്പോൾ അബുദാബിയിൽ ഞാൻ വന്നില്ലേ, ഞാൻ അവിടെ ഇരുന്നതല്ലേ, അതൊരു ഈശ്വരഹിതമാണെന്ന് വിചാരിക്കുക. അങ്ങനെ നടക്കുക, സർവം സമർപ്പണം ചെയ്ത് പ്രസാദ ബുദ്ധിയോടുകൂടി ജീവിക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് എന്താ പറയുക, ആളുകൾ, അച്ഛന്മാരും പുരോഹിതന്മാരും പ്രവാചകരും ഒക്കെ വന്നിരുന്ന് വലിയ അറിവുള്ളവർ പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നു വന്ന പാതയിലുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതി തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു ഗൈഡൻസിന് നല്ല മനസ്സോടുകൂടി പറയണതാണ് കേട്ടോ. നമുക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് ലഭിക്കണം എന്നുള്ള നല്ല മനസ്സാണ്. എങ്കിൽ പിന്നെ എനിക്കിതിങ്ങനെ ഹൈഡ് ചെയ്താൽ പോരെ. സോ അത് ചെയ്യാത്തവർ ഇന്നുണ്ടെങ്കിൽ ഇന്ന് എഴുന്നേറ്റ് പോയി നിങ്ങൾ പോയി ഇപ്പോൾ ക്ലീൻ യുവർ പൂജാ റൂം കേട്ടോ. ഒരുപാട് ക്ലസ്റ്റേർഡ് ആക്കണം, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ദൈവങ്ങൾ വെക്കണം, അതല്ല. ഒരു ചെറിയൊരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, ഒരു ചെറിയ അൽത്താർ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു ഖുറാൻ വെക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ, ക്ലീൻ ആക്കി വെക്കും. അധികം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുക. സപ്പോസ് നമ്മുടെ ജീവിത തിരക്കുകളിൽ അങ്ങനെ ചെയ്യാൻ പറ്റാതെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ് ടുഡേ കേട്ടോ. അതെനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങളത് ഒരു പക്ഷേ ചിലർ വിചാരിക്കും, ഓ ഇവരെല്ലാം അച്ചീവ് ചെയ്തു എന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എവിടെ അച്ചീവ് ചെയ്തു, ഇനിയും കിടക്കുന്നു മുമ്പിലേക്ക് പാഥേയം, അല്ലേ? അപ്പോൾ പാഥേയം എന്നുള്ള പേര് പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ആലോചിച്ചത്. പാഥേയം എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടിയുടെയും പിന്നെ ചിപ്പി മോളായിട്ട്. നല്ലൊരു പാട്ടുള്ള സിനിമ കേട്ടോ. അതിനകത്തൊരു അഗ്നിദേവനെ പൂജിക്കുന്ന ഒരു പാട്ടുണ്ട്. അഗ്നിദേവനെ ഇങ്ങനെ പറയുകയാണ്, അഗ്നിയുടെ മകളായിട്ട് അഥേനാന്നോ എന്തോ ഒരു ഗ്രീക്ക് ഇതാണ്. അത് ഞങ്ങളുടെ ലോ കോളേജിൽ പിള്ളേരൊന്ന് കളിക്കുന്നുണ്ടായിരുന്നു. എന്തൊരു ഭംഗിയായിട്ടായിരുന്നു എന്നറിയോ കളിച്ചത്. ഇന്ന് എൻ്റെ മനസ്സിലത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പണ്ട് നമുക്ക് വഴികാട്ടിയായിട്ട് വന്നതൊക്കെ നമ്മൾ
ജീവിതത്തിൽ ഓർത്തെടുത്തുകൊണ്ടിരിക്കും. പാഥേയം എന്നുള്ള പേര് അന്നാണ് ഞാൻ ഡിക്ഷണറിയിൽ പോയി നോക്കിയിട്ടാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം നോക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. ഇന്നലെ ഞാൻ കണ്ണാട പഠിപ്പിച്ചു, ഇന്ന് ഞാൻ പാഥേയം. ടീച്ചറാണോ എന്നൊന്നും ചോദിക്കേണ്ട കേട്ടോ. ദിസ് ഈസ് വാട്ട് ഐ ആം. ഞാൻ ഇങ്ങനെയാണ്, എനിക്കറിയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ചിയേഴ്സ്. നാളെ കാണാം. ബൈ.